ഹലോ ഗായ്സ്, വൺ ബ്ലോക്കിൻ്റെ സീരീസിലേക്ക് സ്വാഗതം. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴത്തെ പോലെ ഈ ബ്ലോക്ക് പൊട്ടിച്ച് തുടങ്ങാം. ഇപ്പോൾ ഐസ് ഭയം തന്നെയാണ്, മാറിയില്ല. കുറേ നേരം ചെസ്റ്റ് കിട്ടാത്ത. ഞാൻ ഓഫ് ക്യാമറയിലും കുറച്ച് മൈൻഡ് ചെയ്തു, അപ്പം ചെസ്റ്റ് കിട്ടിയില്ല. ഇപ്പോഴങ്ങനെ ചെസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഭയങ്കര മഴ ഇടിയായതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നാണ് ഇടുന്നത്. ക്ഷമിക്കുക ഗൈസ്. ഈ പാണ്ടേനെ കൊല്ലാം. ഈ നായിനെ അങ്ങോട്ട് പിടിച്ചിട്ട. ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു ആൻസറിനില്ല ഗൈസ്. ഇങ്ങോട്ട് ഇവിടെ നമുക്കിനി ബ്ലോക്ക് ഒട്ടിക്കാം. ഡയമണ്ട് പിക്കാക്സ് തീരാനായി. കുറേ നേരം എല്ലാം മേലക്കാണ്, നമുക്ക് എടുക്കാം. ബ്ലോക്ക് വെച്ചത് ഇത്ര സ്ഥലം ബ്ലോക്ക് വെച്ചു. ഇനിയും കുറച്ച് വെക്കണം. ഡർട്ട് എൻ്റെ കയ്യിലുണ്ട്. 8 എൻ്റെ കയ്യിലില്ല. അതല്ല, നമുക്ക് കുറേ നേരം മൈൻഡ് ചെയ്യുമ്പോൾ ഡർട്ട് കിട്ടിക്കോളൂ. ഒരുപാട് ഒരു ചെസ്റ്റ് പോലും കിട്ടുന്നില്ലല്ലോ. ഇതെന്തോ ഒരു ചെസ്റ്റ് പോലും കിട്ടാത്ത. ഈ ബയോമ കുറേ നേരമായല്ലോ. ഇത് മടുക്കാൻ പറഞ്ഞ് നാവടത്തില്ല ഗൈസ്. അപ്പോൾ തന്നെ അടുത്ത ബയോമ സ്റ്റാർട്ടായി. ബെഡ് റോക്ക്. അടുത്ത ബയോമ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് തന്നെ വെക്കാം. അവരുടെ ഫിഷും ലാപ്പീസ് നമുക്ക് ഒരുപാട് കിട്ടി ഈ ബയോമെന്ന്. അടുത്ത ബയോം ഏതാ? ഇതേതാണ്? ഒന്നും പറഞ്ഞില്ലല്ലോ. സ്റ്റോൺ. ഞാനൊന്ന് പേടിച്ചത് പൊട്ടുവോ. TNT വന്നു. അപ്പം ഇത് ഡെസേർട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, ഡെസേർട്ടായിരിക്കും. ഡെസേർട്ട് ടെമ്പിളിൻ്റെ അടിയിൽ TNT ഉണ്ടാവുന്ന ആ TNT ആയിരിക്കും. ഇത് ഡെസേർട്ട് തന്നെ. ഗോൾഡൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇടക്കിടക്ക് ഇനി വുഡ് വരില്ല. അതൊരു സമാധാനമാണ്. നേരത്തെ വുഡ് വരുമ്പോൾ ഈ പിക്കേക്സ് മാറ്റി ആക്സ് ഇങ്ങനെ പിടിച്ച് മടുത്തു. ഒരു ഹസ്ക് ഫോണായി. ഇതിനെ കൊല്ലാം. ഈ സാൻഡലിൽ വെക്കാം. കയ്യിൽ നമുക്ക് ജസ്റ്റിൽ വെക്കാം. നമുക്ക് ഇതെല്ലാം തുറന്നിട്ട് ഇതിൽ വെക്കാം. കിടന്നിട്ട് ഇതിലേക്ക് വെക്കാം. ഇത് നമുക്കൊരു അയൺ പിക്കക്സ് പുതിയതുണ്ടാക്കണം. എൻ്റെ കയ്യിൽ റോ അയൺ ഉണ്ടോ? അല്ല, റോ അല്ല, സോറി, അയൺ ഇങ്ങോട്ട്. ഇവിടെ ഉണ്ട് ഒരുപാട്. ജസ്റ്റ് ഒന്ന് കിട്ടിയത്. നമുക്കൊരു പിക്കേക്സ് ഉണ്ടാക്കാം. ബാക്കി നമുക്ക് മൈൻഡ് ചെയ്യാം. ഡയമണ്ട് ഇതുവരെ ആയിട്ടും കിട്ടിയില്ല. പിന്നെ ഒരു ഹസ്ക് ഫോണായി. നൈസ്. പ്രഷർ പ്ലേറ്റ് ഒക്കെ വരുന്നതാ. പ്രഷർ പ്ലേറ്റ് നമ്മളിപ്പോൾ ഈ ബ്ലോക്കിൻ്റെ മേലെ നിന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രഷർ പ്ലേറ്റ് ഞാൻ ചവിട്ടി TNT പൊട്ടിയാനെ. ജസ്റ്റിനെ രക്ഷപ്പെട്ടു. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ നമുക്കൊരു വീട് പോലെ സൈഡിലോട്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ എല്ലാം മുഴുവൻ കൊബിൾ സ്റ്റോൺ എടുക്കാം.
എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എന്നാ തോന്നുന്നത്. ഒന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എന്നാ തോന്നുന്നത് ഗൈസ്. നമുക്കിനി സൈഡിലോട്ട് വെക്കാം. നമുക്ക് ഈ ബ്ലോക്കിൻ്റെ സെൻറ്ററിൽ വെക്കാം. അതായത് ഈ ബെഡിൻ്റെ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് ബ്ലോക്ക് വെക്കാം. വലിയ ഡിസൈനും ചെയ്യുന്നില്ല, ഒരു പെട്ടിക്കൂട് പോലെ ബേസ് കെട്ടാം. ഞാൻ ആദ്യമായിട്ടാണ് 1 ബ്ലോക്ക് കളിക്കുന്നത്, അതുകൊണ്ട് ഇത്ര ദൂരം പോരെ, കുറച്ചൊരു 3 ബ്ലോക്കും കൂടെ പോകാം. ഇത് മതിയാവും. നമുക്ക് ഒരു ഫെൻസാക്കി സൈഡിൽ വെക്കാം. കുറച്ച് വുഡൊക്കെ എടുക്കാം. പിന്നെ ഫുള്ള് നമുക്ക് ഫെൻസാക്കാം. ഇനിയും ഫെൻസ് ഉണ്ടാക്കാം. 18 കിട്ടി. ഇത് മതിയാവുന്നാ തോന്നുന്നത്. നമുക്കിത് ഇവിടെ വെക്കാം. തികമെന്നാണ് തോന്നുന്നത്. തികഞ്ഞില്ല. ഇനി കുറച്ചുകൂടി ഉണ്ടാകും. കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു, അത് വെക്കാം. എന്നിട്ട് നമുക്കൊരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. നമ്മൾ കൊബിൾ സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ 3 ഇതുപോലെ വെച്ച് 1 2 3 4 5 ബ്ലോക്ക് ഇങ്ങോട്ട്. ഇവിടെ 1 2 3 4 5. ഇനി ഇങ്ങോട്ടേ 1 2 3 4 5 6 7 8 9 10 ബ്ലോക്ക് വെക്കാം. ഇനി ഈ സൈഡിലോട്ടും അതേപോലെ തന്നെ വെക്കാം. അതിന് നേരെ എത്തിയെന്ന് തോന്നുന്നത്. ഒരു ബ്ലോക്കും കൂടെ വെക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് പോകാം. നൈറ്റ് ആവല്ലേ, വേഗം ബെഡിൽ ഉറങ്ങാം. ഷീപ്പൊക്കെ സ്പോണായി. അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിന്നപ്പോൾ ഒരു ഷീപ്പും ഇതൊക്കെ സ്പോണായി. ഈ ലാമ എങ്ങനെ ഒറ്റയ്ക്ക് സ്പോണായത്? എന്താ ആയിക്കോട്ടെ, ഈ ഷീപ്പിനെ വെച്ചിട്ടല്ല. പിഗിനെ കൊല്ലാം. ലാമ ഒറ്റയ്ക്കല്ല സ്പോണായത്. ഇതാ ഇവിടെ ഒരു ലീഷുണ്ട്. ബാക്കി 2 പേരും താഴെ പോയെന്നാ തോന്നുന്നത്. എന്നാൽ ലാമ മാത്രം അവിടെ നിന്നോട്ടെ, ബാക്കി നമുക്ക് ബൈൻ ചെയ്യാം. ഇല്ല, നമുക്ക് ആ പ്ലാറ്റ്ഫോം മുഴുവൻ കംപ്ലീറ്റ് ആക്കാം. എപ്പോഴും മൈൻ ചെയ്ത് ബോറടിക്കുന്നു. ചത്തു ഗൈസ്. എൻ്റെ കയ്യിൽ അതിന് വേല്യബിളായിട്ടൊന്നുമില്ല ഗൈസ്, അതുകൊണ്ട് ചത്തുപോയി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാഡ് എൻഡിങ്. ടാറ്റ ബൈ ബൈ.